സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോ മത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലെ ഒരു അതിഥിയായിരുന്നു. പലപ്പോഴും അവിടെ അവൻ പോകുമായിരുന്നു. അവിടെ വെച്ച് മറിയം അവൻ്റെ കാൽക്കലിരുന്ന് വചനങ്ങൾ കേൾക്കുമായിരുന്നു. മർത്ത ഒത്തിരി കാര്യങ്ങളിൽ വ്യാപൃത ആയിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ലാസറിൻ്റെ മരണത്തിനു ശേഷം ഈശോ വരികയാണ്. മർത്ത ഓടിച്ചെന്ന് ഈശോയെ സ്വീകരിച്ചു. വചനം കേട്ടുകൊണ്ടിരുന്ന മറിയമാകട്ടെ ആ വീട്ടിൽ തന്നെ ഇരുന്നു. ഇതിനകത്തൊരു പ്രത്യേകതയില്ലേ? സത്യത്തിൽ പ്രാർത്ഥനയിലൂടെയും കൂടുതൽ കാര്യങ്ങൾ ആയിരുന്ന മേരി അല്ലായിരുന്നു ഓടേണ്ടത്. കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുന്നവരല്ലേ ഇപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് കൂടുതൽ അതിനോടത്ത് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവരല്ലേ മുൻപിൽ വരിക. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് മേരി ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാഞ്ഞത്? ജീവിതത്തിൻ്റെ വലിയൊരു സഹനവും പ്രയാസവും വേദനയിലൂടെയും കടന്നു പോവുകയാണ് ഇപ്പോൾ അവർ. മർത്തായ്ക്കത് സഹിക്കാനായില്ല. കാരണം അവൾ വേണ്ടത്ര ഈശോയെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ മറിയം ശ്രേഷ്ഠഭാഗം തിരഞ്ഞെടുത്തത് കൊണ്ട് ഏത് ബുദ്ധിമുട്ടുകളെയും ഏത് പ്രശ്നങ്ങളെയും സ്വീകരിക്കുവാൻ അവൾക്ക് സാധിച്ചു. ഇതുകൊണ്ടാണ് യേശുവിൽ ആയിരിക്കുന്നവന് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും അവൻ കുലുങ്ങാതിരിക്കാനുള്ള കൃപ കിട്ടും. അവന് മനസ്സിലാവും മരണം നടക്കുന്നത് അനിവാര്യമാണ്. അതിനെക്കുറിച്ച് ഒത്തിരി വറീഡാകണ്ട. കാരണം അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് അവനുണ്ടാവുക. ഒരിക്കൽ ഞാൻ വീണ്ടും കണ്ടുമുട്ടും എന്നൊരു ചിന്തയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു കൃപ നമുക്ക് ലഭിക്കട്ടെ. ഒരു ചഞ്ചല ചിത്തരാകാതിരിക്കുവാൻ, ഇങ്ങോട്ടും ഓടാതെ സ്ഥിരമായിരിക്കുവാൻ യേശുവിനെ കൂടുതൽ നമുക്ക് സ്വീകരിക്കാം. വചനത്തിൽ ആഴപ്പെടാം. ദൈവം സമൃദ്ധമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.